ചെം ചെമ്മെന്നാൽ ചെമപ്പിൻ്റെ ചെമ്മാണത്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇങ്ങനെ വിളിച്ചത് ആദ്യമായിട്ട് ചെം പാർവതി, ചെം പാർവതി എന്നല്ല ചെമ്പ എന്നാണ് വിളിച്ചത്, ഷോർട്ടാക്കിയിട്ട്. അപ്പോൾ അതൊന്ന് മുറിച്ച് നോക്കിയപ്പം ചെം എടുത്തിട്ട് പാർവതി ഇപ്പുറത്തേക്കാൾ രസമായിരിക്കും തോന്നി. അങ്ങനെ ചെം പാർവതി ഞാൻ സോഷ്യൽ മീഡിയയിൽ പേര് മാറ്റിയതാണ്. പക്ഷെ പിന്നീട് അത് വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ സൗകര്യമായി. പൊതുവിൽ പാർവതിമാരെ വീട്ടിൽ പാറു എന്നുള്ളൊരു വിളി വരും, അല്ലെങ്കിൽ പാർവതി എന്ന് വിളിക്കും. പക്ഷെ ഇപ്പൊ ചെമ്മെന്ന് വിളിക്കുമ്പോൾ അതിനൊരു കുറച്ചുകൂടി ഒരു വാംത്തുണ്ട്. ഒരാളേ ഉള്ളൂ അങ്ങനെ. ഒരുപാട് പാർവതി ഉണ്ടല്ലോ. അത് രസമുള്ളതായിട്ട് തോന്നി. പിന്നെ നമ്മുടെ രാഷ്ട്രീയമായിട്ടും ചെമ്മപ്പിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അതങ്ങനെ വന്ന് സംഭവിച്ചപ്പോൾ രസമായിട്ട് തോന്നി. അങ്ങനെ വിപ്ലവവും നൃത്തവും തമ്മിൽ ഒരേ പാതയിലൂടെ ഇങ്ങനെ പാർവതിയായിട്ട് ഇഴചേർന്ന് പോകുന്നുണ്ട്. എങ്ങനെ ഇതിനെ രണ്ടിനെയും തമ്മിൽ ക്ലബ് ചെയ്യുന്നത് പാർവതി? അത് രണ്ട് ക്ലബ് ചെയ്തതല്ല, അതിങ്ങനെ സംഭവിച്ചതാണ്. നൃത്തം നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളത്തിലെ വീടുകളിലൊക്കെയും ഈ ഒരു 5 വയസ്സുള്ള കുട്ടിയെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കും. അതുപോലെ എന്നെയും ഡാൻസ് ക്ലാസ്സിൽ ചേർത്തതാണ്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. പക്ഷെ അപ്പോൾ ഒരു 5 വയസ്സ് തൊട്ട് നൃത്തം പഠിക്കുന്നു നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. നമ്മൾ ആ ഒരു എൻവയൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ജനിക്കുന്ന വീട്, കുടുംബം, പശ്ചാത്തലമൊക്കെ തീർച്ചയായിട്ടും സ്വാധീനിക്കുമല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും സജീവമായ രാഷ്ട്രീയത്തിൽ, അച്ഛൻ ഇപ്പോഴും ഉള്ള ആളാണ്, രണ്ടുപേരും അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്ന ആളുകളാണ്. അപ്പം എൻ്റെ കുടുംബം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് കുടുംബത്തിൽ മുഴുവനുള്ളത്, അച്ഛൻ്റെ സൈഡിലായാലും അമ്മയുടെ സൈഡിലായാലും. അപ്പോൾ അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എൻവയൺമെൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ആ രാഷ്ട്രീയം പിന്തുടരണം എന്നില്ലല്ലോ. നമ്മളൊരു ഒരു ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾക്കൊരു ചോയ്സ് ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ വളരാൻ തീർച്ചയായിട്ടും ആ പശ്ചാത്തലം തന്നെയാണ് സഹായിച്ചത്, സ്വാധീനിച്ചതും. പക്ഷെ അതിൽ തന്നെ തുടരുക എന്ന് പറയുന്നത് പിന്നെ ഒരു തീരുമാനമാവും. അപ്പോൾ അത് സംഭവിക്കുകയാണ് ഉണ്ടായത്. നൃത്തം അതിനോടൊപ്പം ഇങ്ങനെ വളരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും അങ്ങനെ വരുന്നതാണ്. അതങ്ങനെ രണ്ടിനെ ക്ലബ്ബ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായില്ല. അത് വളരെ ജൈവികമായി സംഭവിച്ചതാണ്. വേദികൾ കാണുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ മുത്തച്ഛൻ്റെ വേദികൾ തന്നെയാണ്. നാടകം, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന നാടകം അല്ലെങ്കിൽ അഭിനയിക്കുന്നതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ അഞ്ചാമത്തെ വയസ്സിൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അരങ്ങേറ്റം ആയി. 10 വയസ്സൊക്കെ ആയപ്പം അരങ്ങേറ്റമായി. പിന്നെ നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന ഡാൻസ് സ്കൂളിൽ ചെയ്യുന്ന പെർഫോമൻസസ്, കലോത്സവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാരവേനിയസിൽ PG ചെയ്യുന്ന സമയം വരെ കലോത്സവങ്ങളും ഒക്കെ സജീവമായി. പിന്നെ വേദികൾ, പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് വർഷങ്ങളുണ്ട്. കോവിഡൊക്കെ സംഭവിച്ചു. അങ്ങനെ ഈ കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് വീണ്ടും എനിക്കത് ഒന്നുകൂടി റിവൈവ് ചെയ്തെടുക്കണം എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സോദരത്വേന എന്നൊരു ഭരതനാട്യ കച്ചേരി ചെയ്തത്. പാർവതി എപ്പോഴും ഇന്നത്തെ സമൂഹത്തെ നോക്കി കണ്ടുകൊണ്ടാണ് പലപ്പോഴും നൃത്തത്തെ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പൊതുവെ മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങളെ ബേസ് ചെയ്തിട്ട്, എക്സാമ്പിൾ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാർക്കറ്റിൽ വെച്ചിട്ടും തുറയിൽ വെച്ചിട്ടും ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും ഈ പറയുന്നത് വിപ്ലവമുണ്ട്. പാർവതിയുടെ മനസ്സിൽ കിടക്കുന്നത് പ്രതിഷേധമുണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു നർത്തകിയുടെ കണ്ണിൽ കൂടെ മാത്രമല്ലാതെ ഒരു പ്രതിഷേധം അപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാർട്ടി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവെ രാഷ്ട്രീയമായ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോൾ പ്രതിഷേധം മാത്രമല്ല, ഒരു ഐക്യദാർഢ്യം കൂടിയാണ്. അല്ലെങ്കിൽ അതൊരു കളക്റ്റീവായി കാണുന്നതിൻ്റെ ഭാഗമായി ആണ് ഈ ഇപ്പോൾ പറഞ്ഞ തുറയുടെ കാര്യം പറഞ്ഞു, തെരുവിലെ, അതൊക്കെ അത്തരം പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ ക്യാമറ മാറ്റി പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ അവരെ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ എന്ന വർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് വളരെ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ വേറെയും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്വാധീനവും കൂടി ഉണ്ട്. എന്നാലും ഈ ഇൻ്റർനാഷണൽ എന്ന വീഡിയോ സംഭവിക്കുന്നത് ഇൻ്റർനാഷണൽ റെഡ് ബുക്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് എവിടെയാണ് അതിനൊരു പശ്ചാത്തലം സെലക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലാണ്. ലോകത്തെ ഏത് ഭാഗവും നമുക്ക് കാണിക്കാം. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്, ഞാനൊരു തിരുവനന്തപുരം സ്വദേശിനിയാണ്. എൻ്റെ വീട് ചാലക്കടുത്തുള്ള ആര്യശാല എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളരുന്നത്. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളെയാണ് നമ്മൾ അതെ. അപ്പോൾ എൻ്റെ സാർവദേശീയതയുടെ ഭൂപടം സത്യത്തിൽ എൻ്റെ പ്രദേശം തന്നെയായി മാറി എന്നുള്ളതാണ്.
അങ്ങനെ അവിടുത്തെ യൂണിയൻ തൊഴിലാളികളുണ്ടായിരുന്നു. ഒരുപാട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഒത്തിരി പേരെ നമ്മൾ അങ്ങനെയാണ് അവിടെ നിന്നുകൊണ്ടാണ് സാർവദേശീയതയെക്കുറിച്ചൊരു നൃത്താവിഷ്കാരം ചെയ്യുക. നൃത്താവിഷ്കാരത്തിൽ ഈ മൊണ്ടാഷുകൾ ഉണ്ടായല്ലോ, അതായത് മുഴുനീള നൃത്തമല്ല, മനസ്സിലായി. ഇവരുമായിട്ട് ഇവരുടെ ആക്ഷൻസുമായിട്ട് സാമ്യം വരുന്ന രീതിയിലൊക്കെ അത് പിന്നെ അതിനെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. സമ്മതിക്കലൊരു രീതി അതെ അതെ അതെ. ശ്യാം മോഹൻ, ഋഷികേശ്, ജയശങ്കർ, നിതീഷ് നാരായണൻ ഇവരൊക്കെയാണ് എന്നെ ഇതിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷന് വേണ്ടി സഹായിച്ചത്. ഒരു മാറി സഞ്ചരിക്കാൻ, നൃത്തത്തെ വേറൊരു വഴിയിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം. അതായത് സാധാരണ നമ്മൾ കാണുന്ന ആ നൃത്തത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിയിട്ട് നൃത്തത്തിനൊരു പുതിയ മുഖം കൊടുക്കണം, ഒരു തലം കൊണ്ടുവരണം എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴും? അങ്ങനെ ഒരു ചിന്തയുണ്ട് മനസ്സിൽ? അങ്ങനെ ചിന്തയുണ്ട്. പക്ഷേ ഈ ഭരതനാട്യമാണല്ലോ തിരഞ്ഞെടുക്കുന്ന ഒരു ശൈലി നൃത്തത്തിൻ്റെ. അതിൽ തന്നെ ഒരുപാട് നർത്തകർ പല പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, പല രീതിയിലുള്ള അംഗചലനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇത്തരം പ്രമേയങ്ങൾ അതിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ എൻ്റെ ആഗ്രഹം. ഈ പുരാണ കഥാപാത്രങ്ങൾ പോലും പല രീതിയിൽ മാറ്റം, ഇപ്പം രണ്ടാം ഊഴത്തെ വേറൊരു രീതിയിൽ വായിക്കാൻ നമുക്ക് സാധിച്ചില്ലേ. അപ്പം അങ്ങനെയുള്ള നറേറ്റീവുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പാടെ അതിനെ മാറ്റിക്കളയുന്നതിനേക്കാളും അതായിരിക്കും കുറച്ചുകൂടി പ്രാക്ടിക്കൽ എന്ന് തോന്നുന്നു. ശ്രീനാരായണ ഗുരു ഒരു സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പാർവതി? ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആണ്, വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്? വായിച്ചുകൊണ്ടിരിക്കുന്നു. ആണ്. അപ്പം അത് കൂടുതൽ ഈ പറയുന്ന നൃത്തത്തിൽ ദൈവദശകം എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിൽ അതിലും ഈ നൃത്തം അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അത് ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹം എത്രത്തോളം മനസ്സിൽ ആ തലത്തിൽ നിന്നും ചിന്തിക്കുമ്പോൾ പാർവതിക്ക് എന്തൊക്കെയാണ്, ഞാനൊരു വെറും വ്യക്തിയായിട്ടൊക്കെ ജീവിച്ചാൽ പോരാ, അങ്ങനെയൊക്കെ ഒരു തോന്നലേക്ക് പോകുന്നത്? വ്യക്തിയായി എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാകുന്നത് ഗുരുവിനെ വായിക്കുമ്പോഴാണ്. ഒരു വ്യക്തിയായി എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം, എങ്ങനെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കണം എന്നുള്ളത് ഗുരുവിനെ അറിയുമ്പോഴും വായിക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത്. അത് എനിക്ക് അതിനും സഹായിച്ച മനുഷ്യരുണ്ട്. ഇപ്പം എൻ്റെ അച്ഛനാണ് ആദ്യമായി നാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകം വായിക്കാനായി MK സാനു മാഷിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രീനാരായണ ഗുരു എന്നൊരു പുസ്തകം തരുന്നതും വായിക്കുന്നതും. പിന്നെ ഗുരുവിൻ്റെ ആശയങ്ങൾ, വാക്കുകൾ, ചിന്തകളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ നമുക്ക് ചിന്തിച്ച് നോക്കാൻ, നമുക്ക് സാമ്യപ്പെടാൻ തോന്നുന്നതും അല്ലെങ്കിൽ ഇനിയും ആഴത്തിൽ അറിയാൻ തോന്നുമായ കാര്യങ്ങളാണ്. പിന്നെ അങ്ങനെ കുറേ ഗുരു മനുഷ്യരും കിട്ടി, ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരും കിട്ടി, ചർച്ച ചെയ്യുന്നവർ, അവരിൽ നിന്ന് പുതിയത് കണ്ടെത്തുക, പിന്നെ വായിക്കുക. ഇപ്പം എൻ്റെ ഗവേഷണ വിഷയവും അത് തന്നെയാണ്. ഞാൻ ഇംഗ്ലീഷിൽ PhD ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഗുരുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വെളിച്ചമായി നിൽക്കുകയാണ്. അപ്പോൾ ദൈവദശകത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഭരതനാട്യത്തിൽ ആരംഭത്തിൽ എപ്പോഴും ഗണപതി സ്തുതികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു ഭംഗിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് പുതുമ വേണമല്ലോ, പുതുമ വേണം താനും. അതൊരു പ്രാർത്ഥനയുമാണ് ദൈവദശകം. എങ്കിൽ പിന്നെ ഈ പ്രാർത്ഥനയിൽ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുവിനെ അടുത്തറിയാവുന്നൊരു പിന്നെ ഒട്ടും ചെറുതല്ലാത്ത ഒരു വിശാലമായിട്ട് കടൽ പോലെ കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആ അർത്ഥത്തിൽ നിൽക്കും, ഇപ്പം നോക്കുമ്പോൾ ഗുരു എവിടെ നിൽക്കണോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഗുരുവിൻ്റെ കാഴ്ചപ്പാടൊക്കെ എവിടെയോ അന്യമായി പോകുന്നുണ്ട്. പാർവതിക്ക് എങ്ങനെയാണ് തോന്നണത് ഇപ്പോൾ? അത് മാറി വരുന്നുണ്ടെന്ന് തന്നെയാണ്. ഗുരു ഇന്ന് കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു ചർച്ചയുടെ ഭാഗമായി ഗുരു വളരുന്നുണ്ട്. പല ഇപ്പോഴത്തെ സാഹിത്യോത്സവങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അല്ലാതെ തന്നെയൊക്കെ മനുഷ്യരിങ്ങനെ ഗുരുവിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന വേദികൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ട്, ഗുരു വായിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇനിയും അത് വേണം എന്നുള്ളതുണ്ട്. ആ വായിക്കുക എന്നത് അവസാനിക്കുന്നില്ലല്ലോ, വായനയിൽ മാത്രം അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇപ്പം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവങ്ങളിലൊക്കെയും ഗുരു വഹിച്ച പങ്ക് വലുതാണ്. അപ്പോൾ ഗുരുവിനെ വായിച്ച് അവിടെ അത് അവസാനിക്കുന്നു എന്നുള്ളതിലല്ല, ആ തിരിച്ചറിവുണ്ടാകുന്ന രീതിയിലേക്ക് അതെങ്ങനെ ഒരുപക്ഷെ കുട്ടികളുടെ പാഠ്യപദ്ധതികളിലേക്കാവാം, അല്ലെങ്കിൽ പൊതുവായ ഒരു സദസ്സുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഗുരുവിനെക്കുറിച്ച് സംസാരിക്കുക. ആ ആശയം സത്യത്തിൽ എല്ലാവരിലും ഉണ്ട്. മലയാളി അല്ലെങ്കിൽ ലോക ജനതയിൽ തന്നെ മനുഷ്യത്വമുണ്ട്. അത് തന്നെയാണ് ഗുരു പറഞ്ഞത്, ആ സാഹോദര്യവും സോദരത്വേന എന്ന് പറയുന്നത്. അപ്പോൾ
അത് നിലനിൽക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ട പ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗുരു ഉണ്ടാകുന്നു എന്നുള്ളത്. അത് ഗുരുവിനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മാത്രമല്ല, ആ പ്രവൃത്തികൾ നമ്മൾ സഫലീകരിക്കുമ്പോൾ അവിടെ ഗുരു ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു നൃത്തമുണ്ട്, ഗുരുവായൂരമ്പലം. നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് വിശ്വാസപ്പാടി, ഗുരുവായൂരമ്പലം ഒരു ദിവസം ഞാൻ പോകും. അതിലും പിന്നെ ഒരു രാഷ്ട്രീയം കണ്ടെത്താൻ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഗുരുവായൂർ കയറ്റിയിട്ടില്ല എന്ന്. പക്ഷെ അങ്ങനെ പാട്ടുണ്ടാവണം അങ്ങനെയൊന്നുമല്ല. പക്ഷെ അപ്പോൾ ഒരു ഒരു ദൈവികമായിട്ടുള്ള ഒരു വിശ്വാസവുമായിട്ട് പാർവതിയുടെ ഒരു മനസ്സിൽ നിൽക്കണം. ആ നൃത്തം ചെയ്യാനുണ്ടായ അത് മനസ്സിലത് രൂപപ്പെടുത്തുമ്പം എന്തായിരുന്നു ഈ പറയുന്ന ഒരു പൊളിറ്റിക്സ് മനസ്സിലുണ്ടായിരുന്നു? എങ്ങനെ? അതിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാരോട് നമ്മൾ എന്തുകൊണ്ട് ഈ കഥാപാത്രം ചെയ്യുന്നു എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കുന്നില്ല. അവരുടെ വ്യക്തിജീവിതത്തിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാറി അവരൊരു കഥാപാത്രമായി മാറുന്നു. നർത്തകി ഒരു കഥാപാത്രമായി ഒരു കഥ അവതരിപ്പിക്കുന്ന നർത്തകിയാണ് അത് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ ഞാനൊരു വയലാർ, ഹാർഡ് കോർ വയലാർ ഫാനാണ്. വയലാറിന്റെ ഈ പാട്ടും എനിക്കിഷ്ടമാണ്. ഗുരുവായൂർ അമ്പലം നടയിൽ വയലാറിന്റെ പടം പണ്ട് കുഞ്ഞിലെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിക്കാതിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് വയലാറിന്റെ ഒരുപാട് ഗാനങ്ങളും കവിതകളും എനിക്കിഷ്ടമാണ്. ഇത് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ ഓടക്കുഴൽ ഞാൻ മേടിക്കും, ഓമൽ ചൊടികൾ ചുംബിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഒരു രസകരമായ, എന്നാൽ വയലാർ പറയാതെ പറയുന്ന ഒരു പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതിന് നൃത്തഭാഷ്യം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു എക്സ്റ്റസി ഉണ്ട്. പിന്നെ അതിനോട് ഐക്യപ്പെടുന്നതുമാണത്. ഭക്തി രസകരമായി ചെയ്യാൻ രസമുള്ളൊരു കാര്യമാണ്. അത് അഭിനയിക്കുകയാണ് അവിടെ. അത് നൃത്തം കഴിയുമ്പോൾ അത് തീരുന്നുണ്ട്. ഭക്തി രസം ഉണ്ടാവുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ എപ്പോഴും ഒരു വൈരുദ്ധ്യം പലരും പറയാറുണ്ട്, ഈ വിശ്വാസവും വിപ്ലവവും തമ്മിൽ ചേരാത്ത സാധനമാണെന്ന്. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ പാർവതി? അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ വിശ്വാസിയല്ല. അപ്പം എൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മതവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസപരമായ ആചാരങ്ങളൊന്നും പിൻപറ്റി ജീവിക്കുന്നൊരു ജീവിതശൈലിയല്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് മനുഷ്യർ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായി കാണാവുന്നതേ ഉള്ളൂ. മതം ഒരു അപകടകരമായൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്? മതം അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത് പാർവതി ഇത്തരം ഈ ഒരു നൃത്തത്തിൽ കൂടെ പലതും പറയുമ്പോൾ വിമർശനങ്ങൾ വരാറുണ്ടോ? പാർവതി ഇതാണ് ഇതിന് ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവിയായിട്ട് മാത്രം നിന്നിട്ട് അത് വളരെ ചുരുക്കമാണ്. അങ്ങനെ വലിയ പ്രശ്നമുള്ള രീതിയിലൊന്നും ഉണ്ടാവാറില്ല. മതം ഒരു പ്രശ്നമായിട്ടല്ല, മതവാദമാണ് ഒരു പ്രശ്നം. അത് കാരണം ഉണ്ടാകുന്ന വിവേചനങ്ങളാണ് പ്രശ്നം. മതം നവീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാലത്തിനനുസൃതമായി അതും വലിയ രീതിയിൽ വിശാലമായി മതവും വളരേണ്ടതാണ്. പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകയായിട്ട്, കലാകാരിയായിട്ടുള്ളൊരു പാർവതി സജീവ പ്രവർത്തകയായി മാറുന്നൊരു കാലം അങ്ങനെയൊക്കെ മനസ്സിലുണ്ടോ? ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ CPM അംഗമാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്, അംഗത്വമുള്ളൊരു പ്രവർത്തകയാണ്. അത് ഏത് രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഐക്യപ്പെടലാണ്. അത് മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി തീരുമാനിക്കുന്ന പോലെ സംഭവിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് നേരത്തെ കൂട്ടി അതിനൊരു തീരുമാനം എടുക്കാമെന്നാണ്. എക്കാലത്തും ഇങ്ങനെ ജീവിക്കുക, കമ്മ്യൂണിസ്റ്റായി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അത് രാഷ്ട്രീയത്തെക്കുറിച്ച് എടുത്ത് ചോദിച്ചു, രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യമാണ്. അതായത് ക്ലാസ്സിൻ്റെ ഇടവേളകളിൽ പാട്ട് പാടാൻ ആരുണ്ടെന്ന് ചോദിച്ചൊരു അധ്യാപകനെ എനിക്കറിയാം. നമ്മളെ പലർക്കും അറിയാം. ഈ മാഷിനെ കാണുമ്പോൾ ആ മുഖം ഓർമ്മ വരുന്ന ഒരു കൊച്ചുകുട്ടി പാട്ട് പാടുന്നൊരു സിറ്റുവേഷനായിരുന്നു. അധ്യാപകൻ അടുത്ത് നിർത്തി പാടിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒപ്പമാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? അല്ല, ഇതിൽ ഞാൻ മെൻഷൻ ചെയ്ത് ക്ലാസ്സിൻ്റെ ഇടവേളകളിൽ പാട്ട് പാടുന്ന ഒരു അധ്യാപകൻ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട എബ്രഹാം ജോസഫ് സാറിനെ കുറിച്ചാണ് പറഞ്ഞത്. മരവേനസ് കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി റിട്ടയറായ ഇംഗ്ലീഷ് അധ്യാപകനാണ് അദ്ദേഹം. ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരിൽ ഒരാളാണ് എബ്രഹാം ജോസഫ് സാർ. അപ്പോൾ സാർ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടവേളകളിൽ പാട്ടുകളെക്കുറിച്ച് പരാമർശിക്കുകയും അദ്ദേഹം മൂളുകയും അല്ലെങ്കിൽ ക്ലാസ്സിൽ പാട്ട് പാടുന്നവർ പാടുകയും ചെയ്യുന്ന, ക്ലാസ്സിൽ മാത്രമല്ല അങ്ങനെ ഒത്തുചേരുന്ന കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ ആ ഓർമ്മ പങ്കുവെച്ചതാണ്. പിന്നെ അധ്യാപികയാകാൻ ആഗ്രഹം ഉള്ളിലുണ്ട്. അധ്യാപികയാകാൻ ചോദിച്ച ചോദ്യം അതൊരു ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ പഠിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അവഗണനകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ട്രീറ്റഡ് അല്ലാതാകുമ്പോഴാണ്
നമുക്ക് ഇങ്ങനെ അല്ലല്ലോ വേണ്ടതെന്നൊരു തിരിച്ചറിവുണ്ടായിരുന്നു. അത് സ്കൂൾ ജീവിതത്തിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ അങ്ങനെ അല്ലാതെ നമ്മൾ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെത്തുമ്പോൾ അത് പരിഹരിക്കണമല്ലോ എന്ന് തോന്നുന്ന ആ തിരിച്ചറിവ് പങ്കുവെച്ചതാണ്. ഈ ശാലിനിയുടെ കൂട്ടുകാരിയിലെ ഹിമശൈല സൈകത എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അത് നമ്മൾ വരികളിലാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ശരിക്കും അതിന് ഒരു തലം കൈവന്നു പാർവതി. അതിനൊരു ഒറ്റ ഫ്രെയിമിൽ നിന്നിട്ട് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ആ പാട്ടടക്കം ഞാൻ ചോദിക്കുന്നു, അത് അങ്ങനെ ഉള്ള മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറച്ച് പാട്ടുകൾ എപ്പോഴും ഇങ്ങനെ നിൽക്കും. അതെപ്പോഴെങ്കിലും ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യും. ചില പാട്ടുകൾ ചെയ്യാൻ തോന്നുമ്പോൾ അത് ആസ്വാദകരിലേക്ക് എത്തിക്കണം നിർബന്ധമില്ലല്ലോ. നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ വെറുതെ ചെയ്ത് നോക്കുന്ന പാട്ടുകളുണ്ട്. ഹിമശൈല അങ്ങനെ ഒരു പാട്ടാണ്. അതെനിക്ക് സ്ത്രീത്വം തുളുമ്പി നിൽക്കുന്ന ഒരു പാട്ടായിട്ട്, അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദത്തെ കുറിച്ചുമൊക്കെ എനിക്ക് അങ്ങനെയാണ് ആ പാട്ടിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. വേറെ ആളുകൾക്ക് വേറെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകും. ആ വരികളെ കൃത്യമായി വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തത് പാർവതി. അതെ, ആ സിനിമയുടെ സംവിധായകൻ മോഹൻ സാർ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എൻ്റെ കുച്ചിപ്പുടി അധ്യാപിക. അതെ, അപ്പോൾ അതെ, അങ്ങനെ ഒരു ഓർമ്മ കൂടി ആ പാട്ടുമായിട്ട് ഉണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പാർവതി സോഷ്യൽ മീഡിയ കാണുന്നത് ഇപ്പോൾ? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അനിവാര്യമായൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഉറപ്പായും നമ്മളിവിടെ ഉണ്ട്, നമ്മളെ അടയാളപ്പെടുത്തുന്നതിൻ്റെ ഒരു ഭാഗമായി കാലത്തിൻ്റെ ആവശ്യകതയായി മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് പറയുന്നു, മറ്റൊരു വിഷയത്തിൽ എന്ത് റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലേ, നമ്മുടെ ഒരു ലൈക്കിന് പോലും ഒരു പ്രാധാന്യമുള്ള കാലം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചില സമയം സജീവമാകും, ചില സമയം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യും. അതിന്ന് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ അത് പാളിപ്പോകുന്നൊരു കാര്യമാണ്. അത് പറ്റില്ല. കാരണം ഈ കാലത്ത് അത് ഒരു ആർട്ടിസ്റ്റായി നിൽക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അങ്ങനെ മാത്രമേ നമുക്കിപ്പോൾ സംവദിക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങനെ മാത്രമേ ജനങ്ങളുടെ അടുത്തേക്ക് എത്താനും സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു മാധ്യമമാണ്, അനിവാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരുപാട് കൊള്ളരുതായ്മകളും സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് സൈബർ ത്രെട്ടുകൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിൽ സ്ത്രീകൾക്കത് ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ എല്ലായിടത്തും ഉള്ള പോലത്തെ സ്വാധീനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാം കൺമുന്നിൽ എത്തുന്നതിൻ്റെ ഒരു സ്വീകാര്യത അതിനുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ പല വാർത്തകൾക്കും അതിൻ്റെതായ ഒതൻറ്റിസിറ്റി ഉണ്ടാകണമെന്നില്ല. പാർവതി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സജീവമായി മുമ്പോട്ട് പോകുന്നൊരു സമയം ഉണ്ടായാൽ പാർവതിയുടെ ഒരു നൃത്തം എന്ന് പറഞ്ഞൊരു സംഭവം, അതിനെയൊക്കെ ഈ രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ബാധിക്കും? അങ്ങനെ ഒരു ആശങ്ക ഒരിക്കലും ഇല്ല. രാഷ്ട്രീയമായ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരിക്കലും അത് അഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും എക്കാലത്തും കലയും സർഗാത്മകതയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി മുമ്പോട്ടുള്ളൊരു ഒരു ഡ്രീം എന്ന് പറയുന്ന അങ്ങനെ ഒരു മനസ്സിലൊക്കെ കണക്ക് കൂട്ടിയിട്ടാണോ പോകുന്നത്? എന്താണ് എൻ്റെ ആഗ്രഹങ്ങൾ സെർവ് ചെയ്യുന്നതിനോടൊപ്പം ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആളുകളുമായിട്ട്, ഇപ്പോൾ കലയായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ സ്വയം നവീകരിച്ച് വളരേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൊണ്ട്, വായന ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കൂടി വളർന്നുകൊണ്ടിരിക്കുന്നതിനൊപ്പം കൂടുതൽ ആളുകളെ, കൂടുതൽ ആർട്ടിസ്റ്റുകളെ, ഒരു കളക്റ്റീവ് ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ എക്കാലത്തെ ഒരു സ്വപ്നം. കൂടുതൽ ആളുകളെ ചേർത്ത് നിർത്തുക, കൂടുതൽ പൊളിറ്റിക്കൽ ആവുക. അതോടൊപ്പം തന്നെ കൂടുതൽ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വളർന്ന് എന്നെ എവിടെ എത്തിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒരിടത്ത് എത്തുമ്പോൾ എൻ്റെ ഒപ്പം കുറച്ചധികം മനുഷ്യരും കൂടി ഉണ്ടാവുക, ഒരു കളക്റ്റീവ്, ഒരു ആർട്ട് കളക്റ്റീവ് ആണ് എക്കാലത്തെ സ്വപ്നം. ഒരു ഒറ്റയ്ക്കുള്ള ഒരു യാത്ര ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. ഇല്ല.